ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന 3 നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അരി കുതിർക്കുക, അരക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആദ്യം ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 2 ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ ചെറിയ കഷ്ണം മതി. എന്നിട്ട് അതൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ദോശയിൽ ഇത് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക, കാരണം നമുക്കിത് വെള്ളം പോലെയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വറുക്കാത്ത റവ ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതന്നെ ചേർക്കാൻ നോക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിന് മുമ്പായിട്ട് ഗോതമ്പ് ദോശ ഇതുപോലെ നല്ല മുരിച്ചെടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ എടുക്കുന്നത് ഏകദേശം ഒരു 3-3.25 കപ്പ് വെള്ളമാണ്. കാരണം നമുക്കിത് പച്ച വെള്ളം മാതിരി നല്ല ലൂസായിട്ടാണ് വേണ്ടത്. എന്നാലേ നമുക്കിത് പാനിൽ നിന്ന് നല്ല മുരിച്ചെടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് തുറക്കാം. അതിനുശേഷം ഞാനിതിൽ ഒരു ചെറിയ സവാള നുറുക്കി ചേർത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എടുത്താൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും, നല്ല കളറും കിട്ടും ദോശയ്ക്ക്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മാവ് ഇതുപോലെ വേണം ഇരിക്കാനായിട്ട്. ശരിക്കും ഒരു പാലും വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, ഏകദേശം ആ ഒരു രീതിക്ക് തന്നെ വേണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുക്കും. ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, നെയ്യ് വേണേലും എടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം സൈഡിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക, അതിന് ശേഷം നടുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് ചെറുതായിട്ട് നാറി വരുമ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലുള്ള ദോശകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, കാരണം നല്ല നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പാന് വേണം. ഇല്ലെങ്കിൽ ഇരുമ്പിൻ്റെ നല്ല പാനുകളുണ്ടല്ലോ, അധികം ഒട്ടിപ്പിടിക്കാത്ത അങ്ങനത്തെ പാനിൽ ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. സാധാരണ ഈ ഒട്ടിപ്പിടിക്കുന്ന പാനിലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സൈഡും കൂടി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊരിഞ്ഞ് വരാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ട, കുറച്ചധികം സമയം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പാനിലായിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ വേഗം പരിപാടി തീരും. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല, അല്ലാണ്ടെയും കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തേങ്ങാ ചമ്മന്തി ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടാവും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ചുമ്മാ ചായയുടെ കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം ക്രിസ്പി ആവണം, എത്രത്തോളം കളർ ആവണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിവിടെ ഞാൻ കുറച്ചും കൂടി ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഞാനിത് കട്ട് ചെയ്യുന്നൊക്കെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളത്. നല്ലപോലെ ക്രിസ്പി ആയിട്ടില്ലെങ്കിൽ നമുക്ക് പാനിൽ നിന്ന് തിരിച്ചു മറിച്ച് വിടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്ന് നല്ല മുരിഞ്ഞിട്ടുള്ള ദോശയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ്, അല്ലാതെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വളവിളാന്ന് ഇരിക്കുകയല്ല. കണ്ടില്ലേ, നമ്മളിങ്ങനെ കയ്യിലിട്ട് ചുരുട്ടുമ്പോൾ തന്നെ അതിങ്ങനെ പൊട്ടി പൊട്ടി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ല കിടിലനായിട്ടുള്ളൊരു വടയാണ്. ഉഴുന്ന് കുതിർക്കുക, അരക്കുക അങ്ങനെ ഒന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് രാവിലത്തേക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തേക്കോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അവിലാണ് കേട്ടോ. അപ്പോൾ അത് 2 കപ്പ് അവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്, ബ്രൗൺ അവിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിൽ നമുക്ക് 2 കപ്പ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മുമ്പ് അരിപ്പൊടി വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിലില്ലാത്തവർ അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കൈയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈയിന് വേണമെന്നില്ല, സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല.
ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതുപോലെ കുതിർന്ന് കിട്ടും. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് പിഴിഞ്ഞു കൊടുക്കണം. പിഴിഞ്ഞിട്ടാണ് നമ്മളിത് മിക്സിയിൽ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. മുഴുവനായിട്ട് പിഴിയണ്ട, കാരണം നമുക്ക് ഇത്തിരി വെള്ളം ആവശ്യമുണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിഴിഞ്ഞാൽ മതി. എന്നിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ പേസ്റ്റ് മാതിരി അരക്കണ്ട, ഒരു 3-4 തവണ ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. കണ്ടില്ലേ, ഒരുപാട് അരഞ്ഞിട്ടൊന്നുമില്ല, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിത് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലൊന്ന് മിക്സ് ചെയ്യാനായിട്ട് അരിപ്പൊടിയാണ്. അപ്പം ഞാൻ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇടുക. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് പുളിയുള്ള തൈര് ചേർക്കാൻ നോക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അഥവാ കുറച്ച് ലൂസായെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ബോൾ ആക്കി എടുക്കാൻ പറ്റണം, ആ ഒരു പരുവം കിട്ടണം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കുരുമുളക് ക്രഷ് ചെയ്യുന്നതിന് പകരമായിട്ട് മുഴുവൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ. അപ്പോഴത്തേ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒത്തിരി ടൈറ്റ് ഒന്നും അല്ല. ഇതുപോലെ ബോളാക്കിയിട്ട് നമ്മൾ ഈ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. സാധാ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ അത്ര ലൂസായിട്ടല്ലേ ഇതുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ ഇനി നമ്മൾ ഇപ്പൊ തന്നെ ചുടുന്നില്ല, ജസ്റ്റ് ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക, അതിനുശേഷം ചുടുക. ടൈം ഇല്ലാത്തവരാണെങ്കിൽ മാത്രം അപ്പൊ തന്നെ ചുട്ടാൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊന്ന് നല്ലപോലെ ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നായിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതിന്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം, എന്നാലേ ഇതൊന്ന് വെന്ത് കിട്ടുള്ളൂ ഉൾഭാഗമൊക്കെ. അപ്പൊ അതെ ഞാൻ 3 എണ്ണം ഇട്ടിട്ടുണ്ട്. 3-4 നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പൊ ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തീ നല്ലപോലെ കുറച്ച് കൊടുക്കുക. കാരണം നമ്മൾ ഇടുമ്പോഴേ തീ കുറച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവില്ല, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ ഇനി തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഉൾഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതിന്റെ കളർ നല്ലപോലെ മാറും, നല്ല ബ്രൗൺ കളർ ആവും. അപ്പോഴാണ് നമ്മൾ ഇത് തിരിച്ചെടുക്കുന്നത്. ഇപ്പൊ ഇതേ 2 സൈഡും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിരിക്കുകയൊന്നും ഇല്ല. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് കുട്ടികളൊക്കെ ഉഴുന്നുവടയൊക്കെ കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു കിടിലനായിട്ടുള്ള ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ പൊളിയായി കഴിക്കാൻ. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളത്, കുറേ നേരം ഇതിങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ക്രിസ്പി ആയിട്ട്. അപ്പൊ നല്ല കറമുറാന്ന് ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള വടയല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ഒന്ന് പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കാണിക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിക്കകത്തോട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചോറാണ്. അപ്പോൾ 1/2 കപ്പ് ചോറ് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി എടുത്തത് അതിൻ്റെ പകുതി ചോറ് എടുത്താൽ മതി. പിന്നെ ഇത് നമുക്കൊരു മുട്ട വേണം, അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് കട്ടിയിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മുട്ടയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കട്ടിയുള്ള മാവാണ് എടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഈ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ചും കൂടി ഞാൻ ഒന്ന് മിക്സിക്കകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി. ഒരുപാട് കട്ടിയല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അതേപോലെ തന്നെ 2 നുള്ള് അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പക്കാരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം വെക്കാതെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചൂടാനായിട്ട് ഞാൻ ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചായിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉണ്ണിയപ്പ ചട്ടി വേണം നിർബന്ധമൊന്നുമില്ല. ഒരു കുഴിയുള്ള ഒരു ചട്ടിയിൽ നമ്മൾ സാധാരണ നെയ്യപ്പം ചുടുന്നത് പോലെ എണ്ണ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് വേവിക്കാനാണെങ്കിലും ഒത്തിരി സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. കാരണം ഉള്ളങ്ങനെ ഒരുപാട് സമയമൊന്നും വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സൈഡ് റെഡി ആയപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ചുട്ട് കഴിയുമ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട്. ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക, വെന്തിട്ടുണ്ടോ എന്ന് അപ്പം മനസ്സിലാവും. അതിനുശേഷം ബാക്കിയുള്ളത് എടുത്താലും മതി. അപ്പോൾ ഇനി ബാക്കിയും കൂടി ഇതേപോലെ തന്നെ നമുക്ക് കുഴിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷേ ടേസ്റ്റ് നല്ല കിടിലൻ ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യാം. നല്ല ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെ ഒക്കെ കൂടെ പൊളിയാണ് കഴിക്കാൻ. ഇപ്പോൾ കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ആര് പോലെ വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിലാണ് വെന്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി, അറിയാത്തവരാണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ല. എല്ലാവരും ട്രൈ ചെയ്യുക. പെട്ടെന്ന് എൻ്റെ ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.